ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഫെയറി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ നമ്മൾ നിൽക്കുന്നത് ഒരു അടിപൊളി ഗാർഡനിലാണ് കേട്ടോ. അടിപൊളി എന്നൊന്നും പറഞ്ഞാൽ പോരാ, പൂക്കളുടെ വർണ്ണ പ്രപഞ്ചം അല്ലെങ്കിൽ വർണ്ണ വിസ്മയം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗാർഡനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ എന്തുമാത്രം പൂക്കളാണെന്ന് നോക്കിയേ. നമ്മൾ ചില ഗാർഡനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10ഓ 15ഓ ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഒരേ ടൈപ്പ് ചെടികൾ. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ. ഒരു 100ഓളം ചെടിച്ചട്ടികൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഫ്ലവേഴ്സാണ്. ഇതെവിടാന്ന് പറയട്ടെ, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലം ജംഗ്ഷനിന്, അതായത് നേമം കഴിഞ്ഞിട്ട് പ്രാവച്ചമ്പലം ജംഗ്ഷനിലാണ് ഈ ഒരു ഗാർഡൻ. ഈ ഗാർഡൻ്റെ പേര് വിനോദ് നഴ്സറി ഗാർഡൻ എന്നാണ് കേട്ടോ. ഇവർക്ക് സ്വന്തമായിട്ട് വേറെ ഫാംസൊക്കെ ഉണ്ട്, പക്ഷേ ഇവരുടെ സെയിൽ യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പൂക്കൾ മാത്രമല്ല, എല്ലാ വെറൈറ്റിയിലുള്ള ചെടികളും ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. റോസാണ് ഇവരുടെ മെയിൻ സെയിൽസിന് വെച്ചിരിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് റോസ് തന്നെയാണ്. റോസ് അങ്ങ് ഫ്രണ്ടിലൊക്കെ അങ്ങ് നിരത്തി വെച്ചിട്ടുണ്ട്. റോസ് മാത്രമല്ല, അതുപോലെ തന്നെ നിറയെ ആന്തൂറിയവും ഈ ഒരു ഗാർഡനിലുണ്ട്. പല വെറൈറ്റിയിലുള്ള പല കളേഴ്സിലുള്ള എല്ലാ വെറൈറ്റി ചെടികളും നമുക്ക് ഈ ഗാർഡനിൽ കിട്ടുന്നതാണ്. ഞാൻ നോക്കിയിട്ട് ഇവിടെ പെറ്റൂണിയ എന്ന് പറഞ്ഞ ഒരു ചെടി മാത്രമാണ് ഞാൻ പോയ ഈ ഒരു ദിവസം അവൈലബിൾ അല്ലാതിരുന്നത്. പെറ്റൂണിയ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുമെന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത്. ആ ഒരു പെറ്റൂണിയ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ചെടികളും ഈ ഗാർഡനിൽ ഞാൻ പോയ ഈ ഒരു ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. തൂക്കുചെടികളുടെയും ഓർക്കിഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആന്തൂര്യത്തിൻ്റെയൊക്കെ ഒരു വൻ ശേഖരം തന്നെ ഈ വിനോദ് നഴ്സറി ഗാർഡനിൽ കാണാൻ പറ്റും. ഇനി വിലയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒട്ടും കൂടുതലല്ല കേട്ടോ. സാധാരണ നഴ്സറികളെ അപേക്ഷിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ വളരെ കുറവ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. റോസിനൊക്കെ ഈ പറഞ്ഞതുപോലെ 30 രൂപ 40 രൂപ. വലിയ ചട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ചട്ടികൾക്കാണ്. കണ്ടില്ലേ, ഈ ഇരിക്കുന്ന റോസുകൾക്ക് ഇത്രയും വലിപ്പമുള്ള ചട്ടികൾക്കൊക്കെയാണ് 150 റുപ്പീസ് അവർ ചാർജ് ചെയ്യുന്നത്. ബാക്കി ചെറുതിനൊക്കെ 30 റുപ്പീസ് മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആമ്പലിൻ്റെ വിവിധ നിറത്തിലുള്ള ചെടികളും ഇവിടെ അവൈലബിൾ ആണ്. വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയും ഭംഗിയായിട്ട് ചില ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ അലമ്പായിരിക്കും. എന്താ പറയുക, ചെടികൾക്കൊന്നും ഒരു വലിയ വൃത്തിയൊന്നും കാണത്തില്ല. അങ്ങനെയൊക്കെയാണ് പല ഗാർഡനും കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഓരോ ചെടികളും വെച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര നല്ല വൃത്തിയും മെനയും എന്നൊക്കെ പറയത്തില്ലേ, അത്രമാത്രം ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടാണ് ഓരോ ചെടികളും വെച്ചിരിക്കുന്നത്. അതാണ് ഈ വിനോദ് ഗാർഡൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കണ്ടത്.
പിന്നെ കലാത്തിയ, ഗ്ലോണിമിയ അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഒരു വൻ ശേഖരം തന്നെ ഈ ഗാർഡനിലുണ്ട്. കണ്ടോ എന്തുമാത്രം ഓർക്കിഡാണെന്ന് നോക്കി എവിടെ ഇരിക്കുന്നത്. ഇതിനൊന്നും വലിയ പ്രൈസൊന്നുമില്ല. ഏറ്റവും വലിയ ചട്ടിക്ക് 300, 350 ആ റേഞ്ചാണ്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇവർക്ക് ഒത്തിരി പോട്ട്സിൻ്റെ കളക്ഷൻസും ഉണ്ട്. അതും നല്ല ഫാൻസി പോട്ട്സുകൾ ഇഷ്ടം പോലെ ഈ ഒരു ഷോപ്പിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ ഇവർക്കൊരു വൻ അക്വേറിയവും ഉണ്ട്. കൂടാതെ എന്താ പറയുക, കിളികളും ലവ് ബേർഡ്സും അങ്ങനെ എന്താ എല്ലാമായിട്ടൊരു ഗാർഡൻ ട്രിവാൻഡ്രത്ത് നേമത്താണ് കേട്ടോ. എന്തായാലും അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ പ്ലാൻസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് വിനോദൻ നഴ്സറി ഗാർഡൻ. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഒരുപാട് വ്യത്യസ്തയായി ഒരുപാട് ഫ്ലവേഴ്സൊക്കെ തിങ്ങി നിറങ്ങി നിൽക്കുന്ന ഒരു വ്യത്യസ്തമായൊരു ഗാർഡനാണ് ഈ ഗാർഡൻ. വളരെ റെയറായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ആന്തൂര്യമാണ് ഈ ഒരു ഗാർഡനിൽ ഞാനിപ്പോൾ കണ്ടത്. നല്ല നല്ല ഫ്ലവേഴ്സ് കേട്ടോ, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ്. പിന്നെ നമ്മുടെ ക്യാറ്റിനും ഡോഗിനും ഒക്കെ ഉള്ള ഫുഡും പിന്നെ ചെടികൾക്കുള്ള വളവും എന്ന് പറയേണ്ട എന്താ പറയുക, A to Z എല്ലാം ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് വിനോദ് നഴ്സറി ഗാർഡൻ? ഇഷ്ടമായോ? നല്ല ഭംഗിയല്ലേ? രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ അങ്ങ് അലങ്കരിച്ച് ഇട്ടേക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.